എനിക്കൊപ്പം തൃശ്ശൂരിലെ നമ്മുടെ കൗൺസിലർ മുന്താംസ് കൂടിയുണ്ട്. ഗുഡ് മോർണിംഗ് മുന്താസ്. ഗുഡ് മോർണിംഗ് സാറല്ലേ. പിന്നെ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂട് എവിടം വരെ എത്തി? ചൂട് എന്ന് പറയാൻ പറ്റില്ല, നല്ല ഹാർഡ് വർക്കിംഗ് ആണ് ഞങ്ങളുടെ എല്ലാ ടീമും. എല്ലാ സ്ഥലങ്ങളിലും ഒരു ഗ്രൂപ്പായിട്ടാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നത്. ഈ BJP-യിൽ ഒരു മൈനോറിറ്റി റെപ്രസെൻറ്റേഷൻ വരുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ കോർപ്പറേഷൻ, എനിക്ക് ഈ കോർപ്പറേഷനിൽ എന്നല്ല കേരളത്തിൽ തന്നെ നോക്കിയാൽ മുന്താംസ് BJP ലിസ്റ്റിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വനിതയാണ് അല്ലേ ആ അർത്ഥത്തിൽ? അതെ, അതൊരു എന്താ പറയുക, അവസരം കിട്ടിയതാണ്. ആ അവസരം പാർട്ടി നൽകി. അപ്പോൾ ആ ഒരു പാർട്ടിയിലൊരു അംഗീകാരമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എങ്ങനെയാ പത്മജയുടെ അവസ്ഥ തൃശ്ശൂരിൽ? വളരെ പോസിറ്റീവാണ്. കാരണം നമ്മൾ എല്ലാവരും തുല്യമായി കാണാം എന്നുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ ആ ഒരു പ്രോട്ടോകോൾ അങ്ങനെ തന്നെയാണ്. ആരെയും കുറച്ചും കാണുന്നില്ല, നമുക്കൊപ്പം തന്നെയുള്ള എതിരാളികളാണ്. ഈ ബാബുജി പള്ളൽ എന്ന് പറയുന്നത് തൃശ്ശൂരിൽ കഴിഞ്ഞ 25 വർഷമായി കൗൺസിലറായിട്ടിരുന്നയാളാണ്. അതെ, ആണ്. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് എല്ലാവരും തുല്യരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ്. അപ്പം ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ജനങ്ങളുടെ മുന്നിലേക്ക് എന്താണോ ഉദ്ദേശിക്കുന്നത്, നമ്മളൊരു പാർട്ടി ആയാലും ഒരു സ്ഥാനാർത്ഥി ആയാലും നമുക്ക് ജനങ്ങളോട് എന്താണ് പറയാനുള്ളത് അത് നല്ല രീതിയിൽ കൺവേ ചെയ്യാന്നുണ്ട്. ഒരു നിരീക്ഷണത്തിൽ എത്ര സീറ്റ് തൃശ്ശൂരിൽ വിജയിക്കാൻ സാധ്യതയുണ്ട് BJP? ഞാനൊരു നിരീക്ഷണം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം പത്മജ ജയിക്കും എന്നറിയാം. അത് തീർച്ചയായും അതാണല്ലോ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മണിമുഴങ്ങി അല്ലേ? നല്ലൊരു ദിവസമാണ്, അവസാന ദിവസം. സംസ്ഥാനത്ത് എത്ര സീറ്റ് കിട്ടുമെന്ന പ്രതീക്ഷ? അത് തന്നെയാണ് പറഞ്ഞത്. ഞങ്ങളുടെ സംഘടന ഞങ്ങളോട് ഓരോ പ്രവർത്തകരോടും പറയുന്നത് ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ മണിയടിച്ച് തുടങ്ങിയിരിക്കുന്നു. അധികാരത്തിന്റെ മണിമാറ്റം, വഴിമുഴക്കം നിയമസഭയിൽ BJP-ക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. താങ്ക് യു മുന്താസ്. ഉഷാറാവട്ടെ. താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത് മുന്താസാണ്. BJP-യുടെ ലിസ്റ്റിൽ നോക്കണം, ലോക്സഭയിലാണെങ്കിൽ പോലും ഒരു മുസ്ലിം പ്രതിനിധി പോലും BJP-ക്കില്ല. അവിടെയാണ് കോർപ്പറേഷനിൽ ഒരു മുസ്ലിം പ്രതിനിധി BJP-ക്കുണ്ട് എന്നുള്ളത്. അതാണ് മുന്താസ്.